ഹലോ എക്സാമിനർ ഫാമിലി. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറേ തമാശകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും പുതിയ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലത്തെ നമ്മുടെ ഇങ്ങനെ ഒരു തമ്മിലൊക്കെ ഉള്ള നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്താണ് പുതിയ ന്യൂസ്? നമ്മൾ ഇത്രയും നാളും വിചാരിച്ച എന്താണ്, നമുക്ക് ഫോക്കസ് ഏരിയ വരും. അങ്ങനെ ഫോക്കസ് ഏരിയ വന്നു. ഫോക്കസ് ഏരിയ വന്നപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു അല്ലേ, ഞങ്ങളും വിചാരിച്ചു, നിങ്ങളും വിചാരിച്ചു, നമ്മുടെ എല്ലാ ടീച്ചേഴ്സും വിചാരിച്ചു എന്താണ്, ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ നമുക്ക് എന്താണ് ഒരു ഫുൾ A+ എങ്കിൽ നമ്മൾ ആദ്യം വിചാരിച്ച് ഫുൾ മാർക്ക് കിട്ടും അല്ലേ. പ്രോപ്പറായിട്ട് പഠിച്ചാൽ ഓപ്ഷൻസ് ഒക്കെ തന്ന് ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും പ്രോപ്പറായിട്ട് ഇത് പഠിച്ചാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫുൾ A+ലേക്കെങ്കിലും എത്തിച്ചേരാൻ പറ്റും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേൺസ് ഔട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരം നമുക്കത് ലഭിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ച പോലെ ഇത് ഫോക്കസ് ഏരിയ ചതിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഫോക്കസ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റ് നമ്മളെ ചതിച്ചു അല്ലെ. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പ്രതീക്ഷ എന്താണ്, കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷ എന്താണ്, ഓക്കെ ഫോക്കസ് ഏരിയ വന്നാൽ അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് പഠിച്ചെടുത്താൽ എനിക്ക് ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിച്ചത്. നമ്മുടെ പ്രതീക്ഷ അതായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയെ എന്താണ് നിരാശപ്പെടുത്തിയിട്ടാണ് ഈ പുതിയ പോളിസി വന്നിരിക്കുന്നത്. ഫോക്കസ് ഏരിയ വന്നിരിക്കുന്നതല്ല, പുതിയ മാർക്കിംഗ് സ്കീം എന്നാണ്. ആ പ്രതീക്ഷയെ എല്ലാ തരത്തിലും എന്താണ് നിരാശപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വിധത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, അങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ചതിച്ചോ? തീർച്ചയായിട്ടും ചതിച്ചു. പക്ഷെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് 100% ഫൈനൽ കൺഫർമേഷൻ ആണോ? ആയിരിക്കണം എന്നില്ല. ഓക്കെ, ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം. ഓക്കെ, ചിലപ്പോൾ മോഡൽ എക്സാം ടൈം ഒക്കെ ആകുമ്പോഴോ അല്ലെ അതിന് മുൻപ് ചിലപ്പോൾ ഒരു മാറ്റം നമുക്ക് വന്നേക്കാം. അതായത് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ ഒരു A+ലേക്കോ അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്കിലേക്കോ എത്തിച്ചേരാൻ പറ്റും. അങ്ങനത്തെ ഒരു പോളിസി ചിലപ്പോൾ ഗവൺമെന്റ് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു ഹോപ്പ് നമ്മുടെ അടുത്ത് കുറച്ച് ബാക്കിയുണ്ട്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെപ്പറ്റി കുറെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താണോ നമുക്ക് കിട്ടിയത് അത് വെച്ചിട്ട് വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പറ്റുക? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കുറെ പേരുടെ സംശയം, സാർ ഞാൻ ഗിവ് അപ്പ് ചെയ്താലോ? എന്തിനാ സർക്കാർ നമ്മളെ ചതിച്ചു, മൊത്തം എഡ്യൂക്കേഷൻ പോളിസിയും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മളെ ചതിച്ചു, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് നിർത്താം. ഓക്കെ, ഇനിയിപ്പം എനിക്ക് വയ്യ ഇങ്ങനത്തെ ഒരു സിസ്റ്റമിൽ പഠിക്കാൻ, എനിക്ക് ഫുൾ A+ ഒന്നും വേണ്ട, എനിക്ക് എന്താണോ കിട്ടുന്നത് ഞാനത് വാങ്ങും എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണോ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? തീർച്ചയായിട്ടുമല്ല. ഓക്കെ, കാരണം 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ ഒരു ഇയറിൽ ഓക്കെ, ഈ കോവിഡ് പാൻഡമിക്കും ഈ ഫോക്കസ് ഏരിയ ഒക്കെ വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾ അല്ലേ, 1-2 വർഷം എന്നല്ലേ, എത്രയോ വർഷങ്ങൾ എന്താണ് എല്ലാ സ്റ്റുഡൻസും പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഈ ഫോക്കസ് ഏരിയ ഒന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് ഫുൾ സിലബസ് പഠിച്ച് സാധാരണ പോലെ പരീക്ഷ എഴുതി A+ഉം ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് അവരും പഠിച്ചത്. ഓക്കെ, ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എക്സാംസ്, അതായത് ഇപ്പോഴത്തെ പറഞ്ഞാൽ കോവിഡ് ഒക്കെ വരുന്നതിന് മുമ്പ്, ഈ ഫോക്കസ് ഏരിയ വരുന്നതിന് മുൻപുള്ള ഒരു ലാസ്റ്റ് ഒരു 3, 4, 5 വർഷത്തെ എക്സാംസ് എന്ന് പറഞ്ഞാൽ പൊതുവേ വളരെ എളുപ്പമുള്ള എക്സാംസ് ആയിരുന്നു. പൊതുവേ A+ഉം ഫുൾ A+ഉം ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ കുറച്ചും കൂടെ പണ്ടത്തെക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ള എക്സാംസ് ആണ് ഈ കുറെ നാളായിട്ട് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ പണ്ട് മുതലേ എല്ലാവരും ഫുൾ സിലബസ് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. നിങ്ങളുടെ അടുത്തൊന്നും ആരും അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്? നിങ്ങൾ ഫുൾ സിലബസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നല്ലേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഫുൾ സിലബസിൽ കൂടുതൽ നിങ്ങൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ 11ാം ക്ലാസ്സിൽ പഠിക്കണം, 12ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്കുള്ള പഠിക്കണം എന്നൊന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ റീസണബിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത്. പക്ഷെ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ ഒബ്വിയസ്ലി ഞങ്ങൾക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് ക്ലാസ്സസ് കിട്ടിയിട്ടില്ല അല്ലേ. പ്രോപ്പർ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് കിട്ടിയില്ല. ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ചിലവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ഏരിയ കൊണ്ടുവരുന്നത്. പക്ഷെ ആ ഫോക്കസ് ഏരിയ കൊണ്ട് ഇപ്പോൾ കാര്യമില്ലാതെ, മനസ്സിലായില്ലേ? അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ കുറെ പേര് കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്, കുറെ പേര് പഠിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കറന്റ് സർക്കംസ്റ്റാൻസിൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഓഫ്ലൈൻ ക്ലാസ് കിട്ടില്ല, അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് കിട്ടില്ല, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അല്ലാണ്ട് വലിയ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റുഡൻസ് പഠിച്ചെടുക്കുന്ന കാര്യം നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യല്ല, ഞാൻ സത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള വിവേകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ബാക്ക് ടു പോയിന്റ്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ ഒരു കാരണവും ഇവിടെ ഇല്ല. ഓക്കെ, ഇനി വേറൊരു കാരണം കൂടി ഉണ്ട്. നാളെയോ അടുത്ത ആഴ്ചയോ അടുത്ത മാസം പോലും അല്ല പരീക്ഷയ്ക്ക് ഏതാണ്ട് ഇപ്പൊ 2.5 മാസം ബാക്കിയുണ്ട് പരീക്ഷ തുടങ്ങാൻ തന്നെ. 2.5 മാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈമാണ്. 2.5 മാസം മുൻപ് നമ്മൾ ഇപ്പൊ തന്നെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ ഫുൾ സിലബസ് ആണ്, ഫുൾ സിലബസ് നമുക്ക് അറിയാം. ഫുൾ A+ വാങ്ങണോ, ഫുൾ A+ നമുക്ക് വാങ്ങാം, ഒരു ബുദ്ധിമുട്ടില്ല.
എപ്പോഴായിരുന്നു ബുദ്ധിമുട്ട് വരിക? ലെറ്റ്സ് ഇപ്പോൾ ഒരു അരമാസം ബാക്കിയുള്ളപ്പോൾ, അല്ലെ 2-3 ആഴ്ച ബാക്കിയുള്ളപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റോടെയാണ് എല്ലാവരും ബുദ്ധിമുട്ടിയാണ്. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. 2.5 മാസം സമയമില്ല. 2.5 മാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമാണ്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മിക്ക ആൾക്കാരും പ്രോപ്പറായിട്ട് പഠിച്ചു കൊടുക്കുന്ന എപ്പോഴാണ്? 3 മാസം 2.5 മാസം ഒക്കെ ആകുമ്പോഴാണ്. അതുകൊണ്ട് അതിൽ വലിയ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് മുതലേ, ഇതോ ഞാൻ പറയുന്നത്, വീണ്ടും ഞാൻ പറയാണ്, പണ്ട് മുതലേ 5-6 വർഷം മുമ്പുള്ള ഒരു ബാച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവരും പ്രോപ്പറായിട്ട് പഠിച്ചു കൊടുക്കുന്നത് എപ്പോഴാണ്? ആദ്യം മുതലേ ഫസ്റ്റ് ഇയർ മുതലേ പഠിച്ചു കൊടുക്കുക. അവരെന്താണ് ഒരു 3 മാസം പരീക്ഷയ്ക്ക് ബാക്കിയുള്ളപ്പോഴാണ് എല്ലാവരും പ്രോപ്പറായിട്ടൊക്കെ പഠിക്കുക. അതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പൊ അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സർ, ഫോക്കസ് ഏരിയ ഓടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ് പിന്നെ റാൻഡംലി ഞാൻ ഫുൾ അങ്ങോട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. ഫോക്കസ് ഏരിയന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോക്കസ് ഏരിയ എന്നായിരിക്കും പ്രൊപ്പോർഷനേറ്റ്ലി മാർക്ക് കൂടുതൽ ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് സാധാരണ ഫോക്കസ് ഏരിയയിൽ അല്ലാത്ത ടോപ്പിക്സിന് നമ്മൾ പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ശതമാനം ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ, കുറച്ച് മാർക്കിന്റെ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഫോക്കസ് ഏരിയയിൽ കുറച്ചും കൂടി ചോദിക്കും. അപ്പൊ ഫോക്കസ് ഏരിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നതെന്ന് പറഞ്ഞ എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ് ആണ്. അതുകൊണ്ടാണ് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അതെങ്കിലും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. എല്ലാ വർഷവും നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പറഞ്ഞ ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് തന്നില്ലേ, അത് തന്നെയായിരുന്നു ഫോക്കസ് ഏരിയ ഇല്ലാത്ത സമയത്തും ചോദ്യങ്ങൾ കൂടുതൽ വരില്ല. മനസ്സിലാവുന്നില്ലേ? ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്ന ടോപ്പിക്സ് തന്നെയായിരുന്നു പണ്ട് ഈ ഫോക്കസ് ഏരിയ ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ആ ടോപ്പിക്സ് തന്നെയായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതായത് അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഈ ഫോക്കസ് ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുക. ഓക്കെ, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ എടുക്കുക. എന്നിട്ട് ആ ചാപ്റ്ററിന് ആദ്യം നിങ്ങൾ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പരീക്ഷ നാളെ നടന്നാൽ ഏറ്റവും സാധ്യത കൂടിയ ടോപ്പിക്സ്, ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടിയ ടോപ്പിക്സ് ആണ് ഈ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. അത് ആദ്യം തീർക്കുക. അങ്ങനെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും? ഫോക്കസ് ഏരിയ മാത്രം തീർക്കും. മതി. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടോപ്പിക്സ് കൂടിയാണ്. കുറച്ച് ഓവർ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഒരു തട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ആ സിമ്പിൾ ടോപ്പിക്സ് വേഗം തീർക്കാൻ പറ്റും. അപ്പോൾ വേഗം തീർക്കുക. ഓരോ സബ്ജക്റ്റിന്റെ ഒരു 3 ചാപ്റ്റർ എഴുതുക. നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം തീർക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് നല്ലൊരു ശതമാനം ഒരു ഗ്രാസ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ചാപ്റ്റേഴ്സിന് തീർത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് ശേഷം സമയം ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് വേഗം തീരും. വലിയ സമയം എടുക്കുന്നില്ല ഫോക്കസ് ഏരിയ മാത്രം തീർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നമ്മുടെ ചാനലിൽ നടക്കുന്ന 1 ഷോർട്ട് സീരീസ് ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഫോക്കസ് ഏരിയ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് കിട്ടി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുശേഷം നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെയും തപ്പിപ്പിടിച്ച് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ടോപ്പിക്സ് എന്താണ് മെല്ലെ മെല്ലെ പഠിച്ചെടുക്കുക. ഓക്കെ, സമയം എടുത്ത് പഠിച്ചെടുക്കുക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ 100% ഫോക്കസ് ഏരിയ തീർത്തിട്ടുണ്ടാവും. അത് കൂടാതെ നിങ്ങൾക്ക് മറ്റേ ചെയ്യാനുള്ള ബാക്കിയുള്ള ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചെയ്യാനുള്ള സമയവും ബാക്കിയുണ്ടാവും. ഓക്കെ, അപ്പൊ ആ കാര്യം ചെയ്യാം. അപ്പൊ ഫോക്കസ് ഏരിയ ഫസ്റ്റ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ടോപ്പിക്സ് മെല്ലെ മെല്ലെ പഠിക്കുക. എല്ലാം കൂടി പഠിച്ചു തീർക്കാൻ നോക്കിയാൽ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ശരി. രണ്ടാമത്തെ കാര്യം, മേക്കപ്പ് പ്ലാൻ. വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, 1 ചാപ്റ്റർ, 2 ചാപ്റ്റർ, 3 ചാപ്റ്റർ, അതൊക്കെ എപ്പോൾ തീർക്കും? ഞാൻ തീർക്കും എന്ന് പറഞ്ഞിരുന്നാൽ പോലെ എപ്പോൾ തീർക്കും എന്നുള്ള പ്ലാൻ ഉണ്ടാക്കണം. അതായത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇന്ന ദിവസം തീർക്കും, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇന്ന ദിവസം തീർക്കും, ഫോക്കസ് ഏരിയ മാത്രം ഇന്ന ദിവസം തീർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കാം. ഒബ്വിയസ്ലി എക്സാമിനറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ടൈം ടേബിൾ ഒക്കെ വരും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ടൈം ടേബിൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എത്ര സമയത്തോടെ പഠിച്ചു തീർക്കാൻ പറ്റും. ഓരോ ആൾക്കാർക്ക് ഓരോ പേസിലേ പറ്റുള്ളൂ. ആ പേസ് മനസ്സിലാക്കി നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എപ്പോൾ നിങ്ങൾ ഫോക്കസ് ഏരിയ ഇത്രയും ചാപ്റ്റേഴ്സിന് തീർക്കും അത് കറക്റ്റായിട്ട് ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ഏരിയ ഇല്ലാത്ത ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് ഞാൻ ഓരോ ചാപ്റ്ററിന് എപ്പോൾ തീർക്കും ആ കറക്റ്റ് ഡേറ്റ് ഉണ്ടാക്കി വെക്കാം. അത്യാവശ്യം സമയം കൊടുത്തോ, സമയമില്ല, 2.5 മാസം ഇല്ലേ, പെട്ടെന്ന് തീർക്കൊന്നും വേണ്ട, 1 മാസത്തിനുള്ളിൽ തീർക്കൊന്നും വേണ്ട, മെല്ലെ മതി. നിങ്ങളൊരു 1.25 മാസം അല്ലെ 1.5 മാസത്തിൽ മെല്ലെ മെല്ലെ ഒരു 90% തീർക്കും. മതി, ധാരാളം. ഓക്കെ, ശരി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നിങ്ങൾ 1 ഷോർട്ട് സീരീസിന്റെ ക്ലാസ്സസ് ഡിലിജന്റ്ലി ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് വന്ന ക്ലാസ്സസിന് ഇരിക്കുക. അതിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യം ആ ഫാക്കൽറ്റി പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇത് കൂടാതെ ക്ലാസ് മാത്രം ഇരുന്ന കാര്യമില്ല, കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്, ലൈവ് ക്ലാസ്സിലുണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. ഇനി ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസോ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സാമിനറിന്റെ ഗൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് പഠിക്കുക. അതിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. എത്ര അടിപൊളി ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്കറിയാം എക്സാമിനർ ക്ലാസ് അടിപൊളി ക്ലാസ് ആണെന്ന്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എത്ര അടിപൊളി ക്ലാസ് ആരെടുത്താലും നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല.
മനസ്സിലാവുന്നില്ലേ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, എക്സാമിനറുടെ ഫാക്കൽറ്റി തന്നെയാണ് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേ മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? എക്സാമിനറിന്റെ ക്ലാസ്സസ് നിങ്ങൾ ഒരു 50% ഹെൽപ്പ് ചെയ്യും. ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങളെ 50% ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി 50% നിങ്ങൾ എത്ര എഫേർട്ട് പൊട്ടിക്കുന്നു, നിങ്ങൾ എത്ര ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ഇടുന്നു എന്നാണ് കാര്യം. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ വൺ ഷോട്ട് സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് ആ 50% ആയി. ഓക്കെ, 50%. ബാക്കി 50% നിങ്ങൾ ചെയ്യും, ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. ആ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾ ഈ പ്ലാനും ഉണ്ടാക്കുക. ആ പ്ലാനും വൺ ഷോട്ട് സീരീസ് ഒരുമിച്ച് പോയിക്കോട്ടെ, പറ്റുമെങ്കിൽ ഒരുമിച്ച് പോയിക്കോട്ടെ. ഇനി ഒരുമിച്ച് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കുറച്ച് മുൻപിലായിക്കോ. അങ്ങനെയാണ് വൺ ഷോട്ട് സീരീസ് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും, ഒരു റിവിഷൻ പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ട് വേണം പേരൻസിനെ ഇൻവോൾവ് ചെയ്യുക പ്ലാനിങ്ങിൽ. അവർക്ക് നിങ്ങളെ കുറച്ചും കൂടി അറിയാലോ. അപ്പോൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും, മോനെ നിന്നെ കൊണ്ട് ഇത്രയും തീർക്കാൻ പറ്റില്ല, അല്ലെ മോൻ അവർക്ക് പറഞ്ഞു തരാം, മോനെ നിങ്ങൾക്ക് കുറച്ചും കൂടി പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അല്ലെ മോളെ നിങ്ങൾക്ക് കുറച്ചും കൂടി പറ്റുമെന്ന് തോന്നുന്നു എന്ന് അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ പറ്റുമെങ്കിൽ അവരെയും കൂടെ ഒന്ന് ഇത് ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, ശരി, മനസ്സിലാക്കുക? റെഡി? അപ്പോൾ വൺ ഷോട്ട് സീരീസ് ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ. അത് മാത്രമല്ല, ചിലവർ വൺ ഷോട്ട് സീരീസ് ഒറ്റയ്ക്ക് കണ്ട് സെൽഫിഷ് ആയിട്ട് കണ്ടിട്ട് ഞാൻ മാത്രം A+ വാങ്ങും സാർ എന്ന് ഉള്ള ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടാണ് എക്സാമിനർ എല്ലാ ക്ലാസ്സും തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രം ഇന്ന് പഠിക്കുന്നത് അത്ര നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല, അത് നിങ്ങളെ എവിടെ എത്തിക്കില്ല, അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആലോചിച്ചൊക്കെ മതി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയി കൊടുക്കുക. ഈ വീഡിയോ അടക്കം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ കണ്ടോട്ടെ, വേണമെങ്കിൽ ഫോളോ ചെയ്തോട്ടെ, അതൊക്കെ അവരുടെ ചോയ്സ്. പക്ഷേ അത് അറിഞ്ഞില്ല എന്ന് വേണ്ട, ഇത് അറിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് A+ കിട്ടിയില്ല എന്നുള്ള കാര്യം വേണ്ട. ഓക്കെ, റെഡി? ശരി. ലാസ്റ്റ് ഓഫ് ഓൾ, ഈ പ്ലാനിങ്ങും ഈ മോട്ടിവേഷനും ഒന്നും കാര്യമില്ല ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ. ഓക്കെ, അപ്പം ഈ കാര്യം ഓർക്കുക, ഡ്രീം ഡസ് നോട്ട് ബിക്കം റിയാലിറ്റി ത്രൂ മാജിക് കൊണ്ടൊന്നും ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. മാജിക് കൊണ്ട് ഫുൾ A+ ഫുൾ മാർക്ക് കിട്ടില്ല. ഇറ്റ് ടേക്സ് സ്വെറ്റ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. നമ്മുടെ കേസിൽ നമ്മൾ വേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ വർക്ക് ചെയ്യണം. ഓക്കെ, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരു ദിവസം രാത്രി കിടക്കാൻ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അന്ന് എന്തുണ്ടാവരുത്? അന്ന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവരുത്. ഓക്കെ, കുറ്റബോധം ഉണ്ടാവരുത്, ഞാൻ ഇന്ന് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ള ബോധ്യം ഉണ്ടാവാതിരുന്നാൽ നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും അത്രയും ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ മുമ്പിൽ നിന്ന് പറയാം, അമ്മ അച്ഛ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്തിരിക്കുകയാണ്, ഇത്ര എനിക്ക് പറ്റുന്നുള്ളൂ, ഞാൻ അത് സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പോരെ, അത്രയും മതി. ഓക്കെ, അപ്പം സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക, മോട്ടിവേഷനും ഡിറ്റർമിനേഷനും ഒന്നും കളയാതിരിക്കുക. കാരണം ഇനിയും സമയമുണ്ട്, ഇനി ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എക്സാമിനർ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം എക്സാമിനർ തിരിച്ചും സപ്പോർട്ട് തരും, അത് അവസാനം വരെയും തരും. ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ എവിടേക്ക് ഓടിപ്പോകാൻ പോകുന്നില്ല, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഒരു നിഴലായി, നിങ്ങളുടെ ഒരു പവറായി, നിങ്ങളുടെ കരുത്തായി ഞങ്ങൾ അവസാനം വരെ ഉണ്ടാവും. അപ്പോൾ കീപ് ഫോളോയിങ് ദിസ് ചാനൽ, കീപ് സ്റ്റഡിയിങ് വെൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.